വാഹനാപകടത്തെ തുടർന്ന് 2.5 മാസമായി സൗദി ദമാമിലെ ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂവാറ്റുപുഴ സ്വദേശി റംസാലിനെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിച്ചു. സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ദമാമിലെ എറണാകുളം ജില്ലാ കൂട്ടായ്മയായ സീഫാണ് റംസാലിനെ നാട്ടിലെത്തിക്കാനുള്ള വഴിയൊരുക്കിയത്. സഹപ്രവർത്തകരെയും കൊണ്ട് ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴി ദമാം റിയാദ് റോഡിലുണ്ടായ അപകടത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശി റംസാലിന് പരിക്കേറ്റത്. ഉടൻ ഖത്തീഫ് സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ റംസാലിനെ പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഓക്സിജന്റെ സഹായത്തോടെ വെന്റിലേറ്ററിൽ കഴിയുന്ന റംസാലിന്റെ വിവരമറിഞ്ഞതോടെ ദമാമിലെ സൗദി എറണാകുളം എക്സ്പാട്രിയേറ്റ്സ് ഫെഡറേഷൻ സീഫ് ഭാരവാഹികൾ ആശുപത്രിയിലെത്തി റംസാലിനെ സന്ദർശിക്കുകയും സംഘടന അറിയിച്ചതിനെ തുടർന്ന് ദമാമിലെ സാമൂഹിക പ്രവർത്തകനായ മഞ്ജു മണിക്കുട്ടൻ ഇക്കാര്യം എംബസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ഇതേ തുടർന്ന് റംസാലിനെ നാട്ടിലെത്തിക്കാൻ ആവശ്യമായ സഹായം ഇന്ത്യൻ എംബസി അനുവദിക്കുകയും ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചെങ്കിലും ഒടുവിൽ റംസാലിനെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് സീഫ് പ്രവർത്തകർ. നമ്മുടെ റംസാലിന് അപകടമുണ്ടായി, അതിൽ നിന്ന് 2 മാസത്തോളം ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അത് സീഫ് എന്ന സംഘടന, നമ്മുടെ സംഘടന അതിനകത്ത് ഇടപെടുകയും അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്യാനായിട്ട് മഞ്ജു മണിക്കൂറിനെ ഏൽപ്പിക്കുകയും ചെയ്യും. മഞ്ജു മണിക്കൂറിനും പോയി കാണുകയും അവരുമായിട്ടുള്ള ചർച്ചകൾക്ക് അനുസരിച്ചുമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നീങ്ങുകയും എംബസിയായി ഇടപെട്ട് നമുക്ക് 26,000 റിയാലോളം നമുക്ക് കിട്ടുകയും 10 ലക്ഷം രൂപയിലധികമാണ് ചെലവായത്. ഇത് തുല്യമായി സീഫും എംബസിയും ചേർന്നാണ് നിർവഹിച്ചത്. ഇന്ത്യൻ എംബസിയുമായും എയർ ഇന്ത്യയുമായും റംസാലിന്റെ നാട്ടുകാരനും ഇടുക്കി എംപിയുമായ ഡീൻ കുര്യക്കോസ് നിരന്തരം ബന്ധപ്പെട്ടതും സഹായകരമായി. ദമാമിൽ നിന്നും കൊച്ചിയിലെത്തിയ റംസാലിനെ നോർക്ക റൂട്ട്സ് സൗജന്യമായി നൽകിയ ആംബുലൻസിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തിച്ചു. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി, ഇന്ത്യൻ എംബസി, നോർക്ക റൂട്ട്സ് കേരള, ഖത്തീഫ് കിങ് ഫഹദ് ആശുപത്രി, എയർ ഇന്ത്യ, ആശ്രയ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ ദമാം സാമൂഹിക പ്രവർത്തകൻ മണിക്കുട്ടൻ എന്നിവർക്കെല്ലാം സീഫ് ഭാരവാഹികൾ നന്ദി അറിയിച്ചു. സുബൈറുദ്ദീൻ, 24 ദമാം.